വർഗീസ്, നിരവധി കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ. അതിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത് ISIയുടെ തലവനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി പാകിസ്ഥാൻ നിയമിച്ചുവല്ലോ. അതിന്റെ അർത്ഥം വ്യക്തമാണല്ലോ. സൈന്യവും ISIയും ചേർന്ന് പാകിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി തീരുമാനങ്ങൾ വരുന്നത് അവിടെ നിന്നാണെന്ന്. ഷെഹബാസ് ഷെരീഫ് ഒരു പാവയായി തന്നെ മാറുകയാണ്. ശ്രീ മഞ്ജുഷ്, എക്കാലത്തും പാവ തന്നെയായിരുന്ന ഷഹബാസ് ഷെരീഫ് കുറച്ചുകൂടി പാവവൽക്കരിക്കപ്പെടുകയാണ്. അല്ലാതെ ഇതിനകത്ത് പുതുമയൊന്നുമില്ല. ISIയുടെ തലവൻ, ISIയും ആർമിയും തമ്മിൽ എപ്പോഴും സവിശേഷമായ ബന്ധമാണുള്ളത്. രാഷ്ട്രീയ നേതൃത്വം പാകിസ്ഥാനിൽ എപ്പോഴെല്ലാം ചെറിയ രീതിയിൽ അസേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് സുൽഫിക്കർ അലി ഭുട്ടോയാകട്ടെ, നവാസ് ഷെരീഫ് ആയിക്കൊള്ളട്ടെ, സാക്ഷാൽ ഇമ്രാൻഖാൻ ആയിക്കൊള്ളട്ടെ, അപ്പോഴെല്ലാം അവർക്ക് പുറത്തു പോകാനായിരുന്നു വിധി. അതുകൊണ്ട് സൈന്യവും ഇന്റർ സർവീസ് ഇന്റലിജൻസും സൃഷ്ടിക്കുന്ന പാവ സർക്കാരുകൾ മാത്രമേ നാളിതുവരെ പാകിസ്ഥാനിൽ വാണരളിട്ടുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു അത്ഭുതകരമായ ഒരു ഫാക്ടറില്ല. ഇവിടെ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ വളരെ കൃത്യമായ തിരിച്ചടി ചില മേഖലകളിൽ പ്രതീക്ഷിക്കുന്നു. അതിപ്രാവശ്യം തീവ്രവാദികളുടെ ഏറ്റവും ഉന്നത സ്ഥാനീയർ, അതുകൊണ്ടാണ് മസൂദ് അസർ, ജയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറിനെയും ലഷ്കർ ഇ തോയ്ബയുടെ ഹഫീസ് സയ്യിദിനെയും രാഖി റാമാനം ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പാക് കമാൻഡോകളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപ്പൊ അവരെ തീവ്രവാദികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് ആര്? ഇത് ഭാരതം എക്കാലത്തും പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ ഓപ്പണായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി തെളിവെവിടെ എന്ന് പാകിസ്ഥാന്റെ പരിവേദനത്തിന് ഇനി അർത്ഥമില്ല. ഇതാണ് തെളിവ്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ്? മസൂദ് അസറിന്റെ ഇൻവോൾവ്മെന്റ് നമുക്കറിയാം. തീർച്ചയായും കഴിഞ്ഞ 25 വർഷമായി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതുപോലെ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗത്ത് നടന്ന പഹൽഗാം ആക്രമണം, അതിന് മുമ്പ് നടന്ന മുംബൈ ആക്രമണം എല്ലാം തന്നെ ഹഫീസ് അസറാണ് കിങ് പിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരെ ഡിഫെൻഡ് ചെയ്യുക. അപ്പം പാകിസ്ഥാന് ഇപ്പോഴൊരു ഭയമുണ്ട്. ഉന്നത ആർമി ഒഫീഷ്യൽസ്, ഉന്നതരായ ഈ സീക്രട്ട് സർവീസ് ഒഫീഷ്യൽ, ISI ഒഫീഷ്യൽസ്, അതുപോലെ ടോപ്പ് ലീഡേഴ്സ് ഓഫ് ദി ടെറർ ഔട്ട്ഫിറ്റ്സ്, ഇവരെ ആവുമോ ഭാരതം പിന്തുടർന്ന് പെർസ്യൂ ചെയ്യുന്നത്? ഭാരതത്തിന്റെ വാക്കുകൾ അത് വായിച്ചെടുക്കാം. ശ്രീ അമിത്ഷായുടെയും ശ്രീ നരേന്ദ്രമോദിയുടെയും വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ശ്രീ മഞ്ജുഷ്, അത് പറയുന്നത് തീവ്രവാദികളെ മാത്രമല്ല, തീവ്രവാദികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും ഏതറ്റം വരെ പോയി വേണമെങ്കിലും ഭാരതം നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനിലെ വാർത്താവിനിമയ മന്ത്രിയാണ് മിനിയാന്ന് പുലർച്ചെ 2 മണിക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നത് പുലർച്ചെ 2 മണിക്കാണ് എന്ന് ഓർക്കണം. ആ സമയത്താണ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരികയാണ്. അതിനൊരു ഡെഡ് ലൈനും അദ്ദേഹം തന്നെ പറയുകയാണ്. 24 മണിക്കൂർ മുതൽ 36 മണിക്കൂർ വരെ സമയമാണെന്ന്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ട് പോലുമില്ല. അതിനു മുൻപാണ് ഇത്തരത്തിൽ ഒരു രഹസ്യാന്വേഷണ വിവരം ഞങ്ങൾക്ക് കിട്ടി എന്ന രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നുവെന്ന് പാക് വാർത്താവിനിമയ മന്ത്രി പറഞ്ഞത്. പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ പാക് സെനറ്റിൽ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഉപപ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വിദേശമന്ത്രിയും ഒരാൾ തന്നെയാണല്ലോ, ഇഷാഖ് ദർ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട്, അതിനെ ഞങ്ങൾ സംരക്ഷിച്ചു എന്ന് തന്നെയാണ്. റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പേര് UN പ്രമേയത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ തന്നെയാണ് അതിന് ശ്രമം നടത്തുകയും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിച്ചതും അത് നടത്തിയെടുക്കുകയും ചെയ്തത് എന്ന്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഭീകരരെ സംരക്ഷിക്കുന്നത് എന്ന കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയല്ലേ ചെയ്തത്? ശ്രീ മഞ്ജുഷ്, ലഷ്കർ ഇ തോയ്ബ തന്നെയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. പേര് മാറിയെന്നേ ഉള്ളൂ. ഇവിടെ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുമ്പോൾ കൃത്യമായ പാകിസ്ഥാൻ അസോസിയേഷൻ നമുക്ക് ആരോപിക്കാം. അതുകൊണ്ട് പുതിയ പേരുകളിൽ പഴയ സംഘടന, പഴയ വീഞ്ഞ പുതിയ കുപ്പിയിൽ അങ്ങനെ ലോകത്തെ കബളിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പൊ TRF ഉത്തരവാദിത്തം ഏറ്റെടുത്തു സ്ഫോടനം നടന്ന ഉടനെ. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നു അവരങ്ങനെ ഉത്തരവാദിത്തം എടുത്തിട്ടില്ല. 4 ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു ഉൾവിളി തോന്നി പറയുകയാണ്, ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ഫ്രണ്ടുമായി യാതൊരു ബന്ധവുമില്ല. ലഷ്കർ ഇ തോയ്ബ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പോലുമില്ല. പ്രവർത്തിക്കാത്ത ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഒരു ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക? അതുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പോൾ ഈ 4 ദിവസം എവിടെയായിരുന്നു? അപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നഷ്ടക്കച്ചവടമാണ്. നോക്കൂ, 3 മന്ത്രിമാരല്ല 4 മന്ത്രിമാർ, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശകാര്യത്തിന് ചുമതലയുള്ള ഉപപ്രധാനമന്ത്രി, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ചുമതലയുള്ള മന്ത്രി, ഈ 4 പേരും വിവിധങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രസ്താവന നടത്തുകയാണ്. ഞങ്ങൾക്കിതിൽ പങ്കില്ല,
പക്ഷേ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ട്, ഭീകരരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. അതേസമയം ഭാരതം ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ഒന്ന്, അത് യുണൈറ്റഡ് നേഷൻസിനോട് ആവശ്യപ്പെട്ടു, ചൈനയോട് ആവശ്യപ്പെട്ടു. ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണം വേണം. ബോംബെ ഭീകരാക്രമണം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന്. അന്വേഷണമല്ല, നേരിട്ട് ആമിർ അജ്മൽ കസബിനെ, ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനെ, 21 വയസ്സുകാരനെ പിടിച്ച് ലോകത്തിന് മുമ്പിൽ ക്യാമറ കണ്ണുകളിലൂടെ ഹാജരാക്കി വിചാരണ ചെയ്തപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവരാണ് പാകിസ്ഥാൻകാരെന്ന് ഓർക്കണം. അവരതും പറയും, അതിനപ്പുറവും പറയും. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഒരു യുദ്ധം വരുമ്പോൾ ആദ്യത്തെ കാഷ്വൽറ്റി എന്ന് പറയുന്നത് ട്രൂത്താണ്. ഇൻഫർമേഷൻ തലങ്ങും വിലങ്ങും പായും. അതിലെ 90% ഇരുവശത്തും പലപ്പോഴും മിസ്ഇൻഫർമേഷൻ ആയിരിക്കും. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് സെലക്ടീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആ സെലക്ടീവ് യൂസ് ഓഫ് കൃത്യമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഭീകരവാദത്തെ അതിന് വിത്തിടുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നതും പാകിസ്ഥാൻ തന്നെയാണ്. ലഷ്കർ ഇ തോയ്ബയുടെ സൂത്രധാരന്മാരെ സംരക്ഷിക്കുന്നതും പാകിസ്ഥാൻ തന്നെയാണ്. അവരുടെ മറ്റ് ഔട്ട്ഫിറ്റുകളായ ഇപ്പോൾ TRF പോലെയുള്ള സംഘടനകളും പാകിസ്ഥാൻ തന്നെയാണ് അവരെ ഊട്ടി വളർത്തുന്നത് എന്ന കാര്യവും